മുറിവുണങ്ങാതെ മുണ്ടക്കൈയും ചൂരൽമലയും ദുരന്തം പിന്നിട്ട് 4 മാസം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായിട്ട് ഇന്ന് 4 മാസം. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം. വിറങ്ങലിച്ചു നിന്ന ദിനരാത്രങ്ങൾ പിന്നിട്ട് ഇന്ന് അതിജീവനത്തിന്റെ പാതയിലാണ് ഇവിടുത്തെ ജനത. പുനരധിവാസം എങ്ങുമെത്താതെ ഇഴയുമ്പോൾ എല്ലാ സഹായവും ഉറപ്പു നൽകിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ പരസ്പരം പഴിചാരുകയാണ്. ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ തുടരുമ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ജനത. CV അനുമോദുണ്ട്. അനുമോദ് നേരിട്ട് ദുരന്തം കണ്ടതാണ്. ദുരന്ത ദിവസങ്ങളിൽ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തയാളാണ്. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച തുടർച്ചയായി അവിടെ എത്തി അവിടുത്തെ സാഹചര്യങ്ങൾ പരിശോധിച്ചയാളുമാണ്. അനുമോദ്, ആ ജനതയ്ക്ക് നമ്മൾ നൽകിയ ഉറപ്പുണ്ട്, സർക്കാരുകൾ നൽകിയ ഉറപ്പുണ്ട്. പക്ഷെ അത് പാലിക്കാൻ ഈ 4 മാസവും കഴിഞ്ഞില്ല. നമുക്കറിയാം, പുനരധിവാസം അതിൻ്റെ പൂർണ്ണ തോതിലേക്ക് എത്തേണ്ട നാളുകളായിട്ടില്ല. പക്ഷേ അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഇടപെടലുകൾ ഇപ്പോഴും ഉണ്ടാവുന്നില്ല എന്നതാണ് ഈ 4 മാസം, ഈ ദിവസം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാനാവുക. അല്ലേ അനുമോദ്, അങ്ങനെയല്ലേ? തീർച്ചയായും നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് വഴുതി വീഴുന്ന സാഹചര്യമാണ് ഈ ദുരന്തത്തെ അതിജീവിച്ച ആളുകളുടേതായിട്ട് ഉള്ളത്. നമ്മൾ ഈ ദുരന്ത സമയത്തും അതിനുശേഷവും എല്ലാം അവരെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ നഷ്ടം അതൊരിക്കലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത്. 3 പ്രധാന പ്രശ്നങ്ങൾ നമുക്കവിടെ ആദ്യം തന്നെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അവരെ സംബന്ധിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ആത്മവിശ്വാസം നൽകേണ്ടതുണ്ട്. അതിന് അവർക്ക് വീട്, 2 തൊഴിൽ, 3 സാമ്പത്തിക ഭദ്രത, ഇത് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ 4 മാസത്തിന് ഇപ്പുറവും പുനരധിവാസത്തിൻ്റെ ആദ്യഘട്ട നടപടികളെങ്കിലും പൂർത്തിയായിരുന്നെങ്കിൽ അവരെ സംബന്ധിച്ച് ഈ മുന്നോട്ടുള്ള പ്രതിസന്ധികൾ കുറയുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസമെങ്കിലും ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം, ടൗൺഷിപ്പിനെ ചൊല്ലി ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിലെ ചർച്ചകളൊക്കെ ഇപ്പോഴും വഴിമുട്ടിയ അവസ്ഥയിലാണ്. കോടതി നടപടികളിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ച എസ്റ്റേറ്റുകൾ, ഹാരിസൺസ് മലയാളത്തിൻ്റെയും എൽസ്റ്റിൻ്റെയും ഉടമകളൊക്കെ കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യം. അത് ഭൂമി പണം കൊടുത്ത് വാങ്ങുകയാണ് വേണ്ടത് എന്നാണ് ആ മേഖലയിലുള്ളവർ, ജനപ്രതിനിധികളടക്കം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നിയമക്കുരുക്കുകളൊന്നും ഉണ്ടാവാതെ സർക്കാരിന് നേരിട്ട് ആ നടപടികളിലേക്ക് കിടക്കാം. പക്ഷേ അവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്രത്തിന് സഹായമില്ലാത്തതും അവിടെ ഒരു പ്രതിസന്ധിയാകാനുള്ള സാധ്യത. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമതായിട്ട് ബാങ്ക് വായ്പകളൊക്കെ പലർക്കും ഇപ്പോൾ ബാങ്കിൽ നിന്ന് വിളികളൊന്നും വരുന്നില്ലെങ്കിൽ പോലും ഇവർക്കറിയാം അത് തിരിച്ചടക്കേണ്ടതായ സാഹചര്യമുണ്ടെന്ന്. പക്ഷേ നേരത്തെ അവർക്കുണ്ടായിരുന്ന ഉപജീവന മാർഗം, അവരുടെ കൃഷി, അവരുടെ വീട്, ഇതെല്ലാം നഷ്ടമായിരിക്കുകയാണ്. അപ്പോൾ ഇനി മാസങ്ങൾക്ക് ശേഷം വായ്പ തിരിച്ചടക്കേണ്ട ഘട്ടം വന്നാൽ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. രണ്ടാമതായിട്ട് ഈ അടയ്ക്കാത്ത കാലങ്ങളിലുള്ള പലിശകൾ മുഴുവൻ വീണ്ടും അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ അത് എഴുതി തള്ളുവാനുള്ളൊരു നടപടികൾ ഉണ്ടാകേണ്ടത്. അതും കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ തന്നെ നിശ്ചയിച്ച് സഹായിച്ചാൽ മാത്രമേ അതിലൊരു തീരുമാനമെടുക്കാൻ ബാങ്കുകൾക്ക് കഴിയുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ അവിടെയും ഒരു ഉറപ്പ് 2 സർക്കാരുകളുടെ ഭാഗത്തു നിന്നും വരേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ട് അവിടെ നമ്മൾ കണ്ടൊരു കാര്യം, ജീവൻ നഷ്ടമായവർക്ക് അപ്പുറത്ത് ഈ അവിടെ അതിജീവിക്കുന്ന, ആ ദുരന്തത്തെ അതിജീവിച്ച ആളുകളുടെ അവസ്ഥയാണ്. അവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുക ചിലപ്പോൾ കുറച്ച് സ്ഥലവും വീടും മാത്രമായിരിക്കും. പക്ഷേ അവർക്ക് ഏക്കർ കണക്കിന് കൃഷി ഉണ്ടായിരുന്നവരും വളരെ വർഷം ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ആ കൃഷിയിടത്തിനുണ്ടാക്കിയവരും വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവരും അതുവഴി ഉപജീവനം നടത്തിയവരൊക്കെ ഉണ്ട്. അവർക്കുണ്ടായ നഷ്ടത്തിൻ്റെ കണക്ക് ഇതുവരെയും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, തിട്ടപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് എത്ര സഹായം ലഭിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. അതോടൊപ്പം തന്നെ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച്, ദുരന്ത മേഖല കേന്ദ്രീകരിച്ച് 30 മീറ്റർ ദൂരപരിധിയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തുള്ളവർക്ക് അവിടെ താമസിക്കാം എന്ന് പറയുമ്പോഴും അവിടെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ഇടപെടൽ ആവശ്യമുണ്ട്. അതായത് ഈ ദുരന്ത മേഖലയുടെ ചൂരൽമല, ആ പ്രദേശത്തുള്ളവർക്ക് അവിടെ തന്നെ താമസിക്കണമെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല സമീപനം വേണം. അപ്പോൾ ചൂരൽമലയിൽ നിന്ന് അവിടെ ചൂരൽമല വാർഡ് മെമ്പർ സുകുമാരൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സുകുമാരൻ, 4 മാസം നിങ്ങൾ നേരിട്ട ദുരന്തത്തിന് 4 മാസം പിന്നിടുമ്പോൾ നമ്മൾ വീണ്ടും ഇത് ചർച്ച ചെയ്യുകയാണ്. ഞങ്ങളുടെ മാധ്യമ സംഘം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണ്,
പുനരധിവാസം എവിടെ എത്തിയെന്ന പരിശോധനയും നടത്തിയതാണ്. നിരാശാജനകമാണ് കാര്യങ്ങൾ. ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ് ആ കാര്യങ്ങൾ. എന്താണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ആദ്യം നൽകിയ, നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും ടൗൺഷിപ്പ് രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് കാലതാമസം ഉണ്ടാകും, സാങ്കേതിക നടപടിക്രമങ്ങൾ ഉണ്ടാകും. ആദ്യഘട്ടത്തിലെ നിങ്ങളുടെ പുനരധിവാസമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വെല്ലുവിളി. അതിന് ചില നടപടികളൊക്കെ നടന്നിരുന്നു. ആദ്യമുണ്ടായ ആർജവം പിന്നീട് ഉണ്ടായില്ല എന്നത് തന്നെയാണോ സംഭവിച്ചത്? ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ചൂരമല ടൗണിലാണ്. ഞാൻ ജൂലൈ 30 ഓർത്തു പോവുകയാണ് ഈ ദിവസം. അന്ന് നമ്മളെ അറിയാലോ, നമുക്ക് ഒരു അത്രയും ജനങ്ങളെ കൂട്ടമായിരുന്നു പ്രദേശം. കരച്ചിലും അതുമായി ബന്ധപ്പെട്ട ദുഃഖങ്ങളും നഷ്ടങ്ങളും എല്ലാം ഉള്ളൊരു ദിവസമായിരുന്നു ആ ജൂലൈ 30. ഈ ദിവസം ഇന്നേക്ക് 4ാമത്തെ മാസമാണ്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് പല നിർദ്ദേശങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. സ്ഥലമെടുപ്പ് വരെ ഇതുവരെ പൂർത്തീകരിച്ചില്ല. ഇന്ന് രാവിലെ റവന്യൂ മിനിസ്റ്റർ ചാനലിലുള്ള ചർച്ച ഞാൻ കണ്ടിരുന്നു. 9ഓളം സ്ഥലങ്ങൾ കണ്ടെത്തി. അതുപോലെ തന്നെ മത്തായി കമ്മീഷൻ സ്ഥലങ്ങൾ പോയി പരിശോധിച്ചു. ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം കണ്ടെത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശരി, ഇപ്പോഴും അത് നിയമക്കുരുക്കിൽ കിടക്കുകയാണ്. HMLന്റെ ഭൂമിയായാലും ശരി, അതുപോലെ തന്നെ കൽപ്പറ്റയുടെ നമ്മളെ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടാണ് ശരി, എങ്ങും എത്തിയില്ല. സാധാരണ എല്ലാം ബാധിച്ച ആൾക്കാർ ഇപ്പോഴും റോഡിലാണ്. റോഡിലെന്ന് പറയാൻ കാരണം നമ്മളിപ്പോ പല സംഘടനകളും പല രാഷ്ട്രീയ പാർട്ടികളും സമരവുമായി ബന്ധപ്പെട്ടു പോവുകയാണ്. ഇന്നടക്കം കലക്ടറേറ്റ് മാർച്ചും കാര്യങ്ങളും നടക്കണം ഈ ദിവസം. ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാനും, അതുപോലെ തന്നെ പ്രദേശത്ത് ഞാൻ ജനിച്ച പ്രദേശം കൂടിയാണ് എന്റെ വാർഡിൽ. അപ്പൊ എനിക്ക് നമുക്കൊക്കെ കൃത്യമായിട്ട് അറിയാം അതിന് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. എത്രയായാലും ശരി, എത്രയും പെട്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് ഈ പറയുന്ന നമ്മളെ എല്ലാം ബാധിച്ച ആൾക്കാർക്ക് ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയണം. മെയിനായിട്ട് എനിക്കതാ പറയാനുള്ളത്. എല്ലാവരും പട്ടിണിയിലാണ് ഉള്ളത്. മുൻകാലങ്ങളിലൊക്കെ ഈ പറയുന്ന 4 മാസം കുറെ സംഘടനകളൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോ അധികമൊന്നും നമുക്ക് മറ്റുള്ള സന്നദ്ധ സംഘടനകളുടെ സഹായം കാര്യങ്ങളും കിട്ടുന്നില്ല. അപ്പൊ അതൊരു വലിയൊരു പ്രശ്നമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറഞ്ഞ ഈ ഒരു മാസം നമുക്ക് ഗവൺമെന്റ് ഭക്ഷ്യദാന കിറ്റ് എല്ലാവർക്കും കൊടുക്കണം എന്ന് പറയണം. അപ്പൊ അറിയിക്കാനുണ്ട്. കാരണം ഇന്നടക്കം എന്നെ ഒരു വാർഡ് മെമ്പർ എന്നതിൽ എന്റെ അടുത്ത് പല ആൾക്കാരും വിളിച്ചു ചോദിക്കുന്നു, മെമ്പറെ ഞങ്ങൾക്കൊരു വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഭക്ഷ്യ കിറ്റ് കിട്ടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരുമെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. എനിക്കിത് ഇപ്പൊ നിങ്ങളെ ചാനൽ മുഖാന്തരം എനിക്ക് പറയാനുള്ളത്, അവർക്ക് ഈ പറയുന്ന മൂന്ന് വാർഡിലും എല്ലാ ആൾക്കാർക്കും ഭക്ഷ്യ കിറ്റ് കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കണം. അടിയന്തര സഹായമായ 10,000 നമുക്കറിയാം. ആദ്യം എല്ലാ വാർഡുകളും 3 വാർഡുകളും പൂർണ്ണമായി എഫക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അത് ഘട്ടം മാറി ഈ ബാധിച്ച ഭാഗങ്ങൾ മാത്രം എഫക്റ്റഡായി പ്രഖ്യാപിക്കുകയും അതിന്റെ ശേഷം അവർക്ക് 10,000 അതുപോലെ തന്നെ 50+9 18,000 രൂപ കൊടുക്കുകയും വാടക കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മേപ്പാടി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെയും കൂടി ഈ പറയുന്ന വീടിന്റെ ലിസ്റ്റുകളും തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഈ 3 വാർഡുകളെ മത്തായി കമ്മീഷൻ റിപ്പോർട്ട് 30 മീറ്റർ ആണെങ്കിൽ പറയുന്നുണ്ട് ശരി, ഞങ്ങൾ അതിനെ 50 മീറ്റർ പരിഗണിച്ചുകൊണ്ട് 50 മീറ്റർ എടുത്തുകൊണ്ട് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം 50 മീറ്റർ എടുത്തുകൊണ്ട് ഞങ്ങളൊരു വ്യക്തമായിട്ട് ലിസ്റ്റും കാര്യങ്ങളും തയ്യാറാക്കി. അത് സർവകക്ഷി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർവകക്ഷിയും വിളിക്കുകയും എന്റെ വാർഡിൽ തന്നെ 5 പാർട്ടി. ശ്രീ സുകുമാരൻ, താങ്കൾ ഒന്ന് തുടരുക. ഇപ്പോൾ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ ബാബു, ഈ നിങ്ങൾക്ക് അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നിശ്ചയിച്ചിരുന്നു. ആദ്യം നടത്തേണ്ട കാര്യങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള കാര്യങ്ങൾ, ടൗൺഷിപ്പ് പോലെയുള്ള വലിയ പ്രഖ്യാപനങ്ങൾക്ക് അല്പം സമയമെടുക്കും. അതിനു മുമ്പ് ആദ്യഘട്ടത്തിൽ നടന്നു വരേണ്ട കാര്യങ്ങൾ ആ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് ആ മുൻഗണനാക്രമം പാലിക്കാൻ പിന്നീട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ജനങ്ങൾ എന്താണ് നിങ്ങളോട് അവിടെ പറയുന്നത്? ഇപ്പോൾ നമുക്ക് സർക്കാർ നിശ്ചയിച്ചു തന്ന പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം കയറി അവിടെ നിന്ന് 30 മീറ്റർ വരെയുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് കളക്ടറേറ്റിൽ വെച്ചിട്ട് സർവകക്ഷി യോഗത്തിൽ തന്നെ ആ തീരുമാനത്തെ ഏകണ്ഠമായി എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയും തള്ളിക്കളയാണ് ഉണ്ടായത്. അതിനുശേഷം കളക്ടർ സർക്കാരിലേക്ക് ആ വിവരങ്ങൾ ധരിപ്പിക്കുകയും സർക്കാരിന് പിന്നീടൊരു നിർദ്ദേശം നമുക്ക് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ പഞ്ചായത്തിന്റെ സ്വന്തം നിലയ്ക്ക് നമ്മളൊരു 50 മീറ്റർ ഒരു ദൂരം വരെയുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. ആ ലിസ്റ്റ് നമ്മൾ പ്രാദേശിക സർവകക്ഷി യോഗത്തിൽ അവതരിപ്പിക്കുകയും 99% അത് പെർഫെക്റ്റാന്ന് പറയുകയും ചെയ്ത ആൾക്കാർ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. പിന്നെ കുറച്ച് പേര് അനർഹരായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ലിസ്റ്റിൽ നിന്ന് വിട്ടുപോയ ഒരു ഏകദേശം 37 പേരുണ്ട് ഈ 50 മീറ്ററിനകത്ത് വരുമ്പോൾ.
അപ്പൊ അവരും കൂടി കൂട്ടിച്ചേർക്കേണ്ട നിർദ്ദേശം കൂടി ഒക്കെ ഉണ്ടായി. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നീട് ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതുവരെ സർക്കാർ സ്ഥലമെടുപ്പായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. സംഘടനകളൊക്കെ തന്നെ നമുക്ക് പലർക്കും വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ സർക്കാർ എത്രയും പെട്ടെന്ന് സ്ഥലം കണ്ടെത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പല സംഘടനകളും നമ്മളെ സമീപിക്കാറുണ്ട്. കാരണം സ്ഥലം കിട്ടുകയാണെങ്കിൽ വീട് ഞങ്ങൾ വെച്ചു കൊടുക്കാന്നുണ്ട് വാഗ്ദാനങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. അപ്പൊ സർക്കാർ എത്രയും പെട്ടെന്ന് ഭൂമി എടുപ്പുമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ദുരിതബാധിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിനപ്പുറത്തേക്ക് അവിടുത്തെ ആളുകളുടെ അതിജീവനം സാധ്യമാകുന്ന സാഹചര്യം ഇപ്പോൾ എത്രമാത്രം ഉണ്ട്? കാരണം വീടുകൾ നഷ്ടപ്പെട്ടവരെ പുതിയ ഇടങ്ങളിലേക്ക് മാറ്റിയിരുന്നല്ലോ. അതിനപ്പുറം മറ്റുള്ളവരുടെ അതിജീവനം അതെങ്ങനെ സാധിക്കുന്നു? നിങ്ങൾക്ക് സർക്കാരിന്റെ റേഷനിങ് സംവിധാനങ്ങൾ അത് ഇപ്പോഴും തുടരുന്നുണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? ഇല്ല, സർക്കാർ ഇപ്പൊ നമുക്ക് 9,000 രൂപയാണ് കുടുംബത്തിൽ 2 പേർക്ക് ഒരു സഹായമായിട്ട് കൊടുക്കുന്നത്. അതിപ്പോ കുറച്ച് ഇടയ്ക്ക് നിർത്തി വെക്കുകയും വീണ്ടും ദുരിതബാധിതരുടെ പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് വന്നപ്പോൾ വീണ്ടും അത് കൊടുക്കാന്നുള്ള തീരുമാനം ഉണ്ടാവുകയും ഇപ്പോൾ കൊടുത്തു തുടങ്ങി. 2-3 ദിവസമായിട്ട് അക്കൗണ്ടിൽ പൈസ കയറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പൊതുവെ ഇവര് ഒറ്റപ്പെട്ട പല പ്രദേശങ്ങളാണ് താമസിക്കുന്നത്. ജില്ലയുടെ പല ഭാഗത്തായതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് ആ മേഖലയിൽ അവർ ചെയ്ത തൊഴിൽ നഷ്ടപ്പെടുകയും പോയ പ്രദേശങ്ങൾ അവർക്ക് പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ തൊഴിൽ കിട്ടാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത് നിരന്തരമായിട്ട് അവർ നമ്മളെ ശ്രദ്ധപ്പെടുത്താറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നിരന്തരം ഈ സർക്കാരിനോടും ആവശ്യപ്പെടാറുണ്ട് എത്രയും പെട്ടെന്ന് പരിഹരിച്ചെങ്കിൽ മാത്രമേ ഇവരെ തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഓക്കെ, അതാണ് സാഹചര്യം. എന്തായാലും ഇക്കാര്യത്തിൽ അത്തരത്തിലുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ. സുകുമാരൻ, അദ്ദേഹം കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്, ചൂരൽമല. ശ്രീ സുകുമാരൻ, നേരത്തെ പറഞ്ഞതുപോലെ ഈ സർക്കാരിൻ്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ നടന്നില്ല. ഇപ്പോൾ ടൗൺഷിപ്പ് പ്രഖ്യാപനവും അതിൻ്റെ നടപടിക്രമങ്ങൾക്കും വൈകലുണ്ടാവും. അത് നമ്മൾ ആ പ്രഖ്യാപന സമയത്ത് തന്നെ പ്രതീക്ഷിച്ചതാണ്. അതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ വരികയെന്നുണ്ടോ? ഇപ്പോൾ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആര് പണം നൽകുന്നു എന്ന വിഷയം ഒരു തർക്ക വിഷയമായതോടുകൂടി നിങ്ങൾക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ വൈകിപ്പോകുന്നു, നിങ്ങളെ അവഗണിക്കുന്നു എന്നൊരു തോന്നൽ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും സാർ, 100% ഞങ്ങൾ അവഗണിക്കുകയാണ് സത്യത്തിൽ. കാരണം നമുക്ക് എല്ലാവരും പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നമ്മുടെ പ്രധാനമന്ത്രി വന്ന് പോയി എന്നല്ലാതെ ഇതുവരെയായിട്ട് നമുക്ക് പ്രത്യേക ഒരു പാക്കേജ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറ്റുള്ള സംസ്ഥാനം നമുക്കറിയാം, SDRF ഫണ്ട് നമുക്ക് പറയാം, എല്ലാവരും പറയുന്ന പോലെ തന്നെ ദുരന്ത നിവാരണ ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണല്ലോ. അത് കഴിഞ്ഞ കാലങ്ങൾക്ക് ആന്ധ്രയിലൊക്കെ ഈ പറഞ്ഞ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് കോടിക്കണക്കിന് രൂപ 7,000 കോടി രൂപയ്ക്കാണ് അന്ന് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇന്ത്യന്റെ ഒരു ഭാഗമായ കേരളത്തിന്റെ ഒരു ഭാഗമായ വയനാട്ടിന്റെ ഒരു ഭാഗമായ മേപ്പാടി ഒരു ഭാഗമായ 3 വാർഡുകളും ഒക്കെ ആണെങ്കിലും പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു പ്രത്യേക പാക്കേജ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കണം. നമ്മളൊക്കെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. ഇപ്പൊ എനിക്ക് അതോടൊപ്പം തന്നെ ഇന്നിപ്പോ റവന്യൂ മിനിസ്റ്റർ പറഞ്ഞ 6 മാസം കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിയുന്ന പറഞ്ഞിരിക്കും. നമുക്കറിയാം എന്തായാലും 6 മാസം കൊണ്ട് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതിനു മുമ്പ് ഇപ്പൊ എന്റെ വാർഡ് തന്നെ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ തന്നെ, ഞാൻ അവിടെ തന്നെ ഉള്ളത്, എടുത്തു പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ അടുത്ത മഴേന്റെ മുമ്പെങ്കിലും പുഴയിലെയും തോട്ടിലെയും മണൽ നീക്കം ചെയ്തിട്ട് അവിടെ കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പൊ നിലവിൽ വീട് കിട്ടുന്നവര് താമസയോഗ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ചെറിയ മഴ വന്നാൽ തന്നെ ഇതൊക്കെ അടഞ്ഞ് വീണ്ടും ഈ പറയുന്ന വീട്ടിലും മറ്റു ഭാഗങ്ങളൊക്കെ വെള്ളം കയറും. അത് നീക്കം ചെയ്യാനുള്ള ഒരു അടിയന്തര സഹായം നമുക്കുണ്ടാവണം. ഇതുവരെ 30 മീറ്റർ എന്ന് പറയുന്നതിന് ശരി, ടൗണിന്റെ ഒരു ഭാഗത്ത് എത്തുമ്പോൾ തന്നെ കടകളൊക്കെ കംപ്ലീറ്റ് അടഞ്ഞു കിടക്കാണ്. ഇതുവരെ തന്നെ കിലോമീറ്റർ കണക്കിന് കറണ്ടുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കറണ്ടൊന്ന് പുനഃസ്ഥാപിച്ചാൽ കുറെയൊക്കെ നമുക്ക് താൽക്കാലികപരമായിട്ട് അവിടെ താമസിക്കാൻ പറ്റും. ഡെയിലി പാലത്തിന് സമയം റവന്യൂ കൗണ്ടറുണ്ട്, പോലീസ് പോസ്റ്റുകളുണ്ട്. പ്രദേശവാസികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അത് വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അപ്പൊ ഈ വൃശ്ചിക മാസം മാലയിടുന്ന സമയമാണ്. ആകെ ഇപ്പൊ തൽക്കാലം തുറക്കുന്ന ഒരു അട്ടമല ഭാഗത്തുള്ള ഒരു അമ്പലമാണ് ദുർഗാദേവി ക്ഷേത്രം. അതുപോലെ തന്നെ അവിടെ ഒരു പള്ളിയുണ്ട്. അവിടേക്ക് വരെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളത്. അതുപോലെ തന്നെ 100 കണക്കിന് ആൾക്കാർ പുറത്തുനിന്ന് ഈ പറഞ്ഞ ചേരമ്പാടി ഭാഗത്തും തമിഴ്നാട്ടിന്റെ ഭാഗത്തു നിന്നൊക്കെ പിന്നെ തേയില നുള്ളാനും ചെറുകിട തോട്ടങ്ങൾ പറമ്പിലൊക്കെ പണിയെടുക്കാനും വരുന്നുണ്ട്. അവർക്കൊക്കെ ഈ പറഞ്ഞ റവന്യൂ കൗണ്ടറും
പോലീസ് കൗണ്ടറും വളരെയധികം നമുക്കൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. കൃഷി ചെയ്യാൻ കൃഷിക്കാർക്ക് ഇതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് സ്ഥലം ഒരിക്കൽ കൊടുക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കണം. പുനരധിവാസം ഓക്കെ, അത് നമുക്ക് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റാണ്. അതുപോലെ ടൗൺഷിപ്പ്, ടൗൺ പറയുമ്പോൾ തന്നെ ഇപ്പൊ ടൗണിൽ കംപ്ലീറ്റ് ഈ പറഞ്ഞ ഇടിയ കുറെ കടകൾ നമ്മളിപ്പോ നിങ്ങളെ ചാനൽ ശരി മറ്റുള്ള ചാനൽ നിരന്തരം കാണിക്കുന്നത്. ടൗണിലുള്ള ഓണർമാർക്കും അതുപോലെ തന്നെ കച്ചവടം നടത്തുന്ന വാടകക്കാർക്കും ഇതുവരെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് സഹായ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട് സാർ. അപ്പൊ അതിനൊക്കെ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണം. ഈ പറയുന്ന നമ്മൾ താമസയോഗ്യമായ സ്ഥലത്തിന് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട റോഡുകൾ, തോടുകൾ, അതുപോലെ കിണറുകളൊക്കെ നാശമായി കിടക്കുക. അപ്പൊ അതൊക്കെ ഒരു പുനർജീവനം നടത്തുകയാണെങ്കിൽ കുറെയൊക്കെ നന്നായിരിക്കും എന്നാണ് എന്റെ ഒരു വ്യക്തിമായ അഭിപ്രായം. ഒരു വാർഡ് മെമ്പർ എന്നുള്ള അഭിപ്രായം. എന്തായാലും നമുക്കറിയാം പുനരധിവാസം, നമുക്കൊരു വീട് കിട്ടിക്കഴിഞ്ഞാൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ, അത്രയും പ്രയാസമാണല്ലോ. പിന്നെ നമുക്ക് ജോലി വേണം, മറ്റുള്ള പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ ജോലിയൊക്കെ ഇങ്ങോട്ട് തിരിച്ച് ജോലിക്ക് വരുന്നത് തന്നെ വീട് നമുക്ക് ഒരു അഭിവാജ്യ ഘടകമാണ്. അപ്പൊ അതിനൊക്കെ ഒരു പ്രത്യേക ഒരു മാനദണ്ഡം ഉണ്ടാക്കി ഗവൺമെന്റ് ഭാഗത്ത് നല്ലൊരു തീരുമാനം ഉണ്ടാകണം. നമ്മൾ പരസ്പരം കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. അതുപോലെ തന്നെ പഞ്ചായത്ത് ലോക്കൽ ബോഡിക്ക് ചെയ്യാനുള്ള പരമാവധി നേരത്തെ പ്രസിഡന്റ് പറഞ്ഞാൽ തന്നെ ഞങ്ങളൊരു മാനദണ്ഡം വെച്ചിട്ട് 50 മീറ്റർ പരിധിയിൽ ഈ ലിസ്റ്റും കാര്യങ്ങളും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, അത് അടുത്ത ദിവസം കലക്ടറോട്. അതാണ് സാഹചര്യം. എന്തായാലും ആ തരത്തിൽ നിങ്ങൾക്ക് സഹായം ഉണ്ടാവട്ടെ വേഗത്തിൽ എന്ന് കരുതാം. അനുമോദ്, ഒരിക്കൽ കൂടി അനുമോദ്, ഈ ദുരന്തത്തിന് ശേഷം വീണ്ടും അവിടെ എത്തിയപ്പോൾ അവിടെ സർക്കാർ നിശ്ചയിച്ച ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ തന്നെയാണോ നടപടികൾ നടക്കേണ്ടത്? അതനുസരിച്ച് മുന്നോട്ട് പോയില്ല എന്നൊരു വസ്തുത എന്തായാലും അവിടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ദുരന്തം ഉരുള് ഒഴുകി ഇറങ്ങിയിടത്ത് ഇനി എന്തായാലും അവിടെ പുനർനിർമ്മാണമില്ല, മറിച്ച് ഒരു ടൗൺഷിപ്പാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനം. അതിനപ്പുറം അതിനോട് ചേർന്ന പ്രദേശങ്ങളിലെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക പോലെയുള്ള നടപടികളാണോ? എന്താണ് ഇനി പ്രയോറിറ്റി ലിസ്റ്റിൽ അവിടെ ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം? ഈ സർക്കാരിൻ്റെ പ്രഖ്യാപനവും അനുമോദ് അവിടെ നേരിട്ട് കണ്ടപ്പോഴുള്ള സാഹചര്യവും തമ്മിൽ എങ്ങനെ വിലയിരുത്താം? സജിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ദുരന്തത്തിൽ നേരിട്ട് ബാധിച്ച ആളുകളെക്കാൾ ദുരിതത്തിലായിരിക്കുന്നത് ഇതിൻ്റെ പരോക്ഷമായിട്ട് ഇത് ബാധിച്ചവരാണ്, തൊഴിൽ മേഖലയിലുള്ളവരെയാണ്. നമ്മൾ ആ ഒരു മേഖല വയനാടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ടൂറിസം മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. പക്ഷേ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ വയനാട് ദുരന്തം എന്ന പേരിൽ നമ്മളടക്കം ആ ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള വാർത്തകൾ ആ തരത്തിൽ കൊടുക്കുന്നത് വയനാട്ടിലെ ടൂറിസം മേഖലയെ വല്ലാതെ ബാധിച്ചുവെന്ന് ആ ഒരു മേഖലയിലുള്ളവർ, അത് അവിടെ സാഹസിക മേഖലയിലേക്ക് ജീപ്പ് ഓടിക്കുന്ന 4 വീൽ ഡ്രൈവർമാരാവട്ടെ, ചെറിയ ഹോം സ്റ്റേ നടത്തുന്നവരാവട്ടെ, അത്തരത്തിലുള്ള ടൂറുകൾ കണ്ടക്ട് ചെയ്യുന്നവരുടെ അവരെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. കാര്യം വിനോദസഞ്ചാര മേഖല വയനാടിൻ്റെ ഒരു മുഖ്യ വരുമാന സ്രോതസ്സാണ്. അത് കൃത്യമായിട്ട് അവിടെ ബാധിക്കപ്പെട്ട ഒരു വിഷയമുണ്ട്. അത്തരത്തിൽ ആ ഒരു മേഖലയിലുള്ളവരൊന്നും ചുരൽമല ദുരന്തം നേരിട്ട് ബാധിച്ചവരല്ല, പക്ഷേ പരോക്ഷമായിട്ട് അവരുടെ ഉപജീവനത്തെ ബാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെയുള്ള വ്യാപാരികൾ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ മുതൽ താഴെത്തട്ടിലുള്ള മേപ്പാടി ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരെല്ലാം, ജോലി ചെയ്യുന്നവരെല്ലാം, കരാർ ജോലി ചെയ്യുന്നവരുണ്ട്, അതേപോലെ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ആ മേഖലയിൽ നിന്നും വേറെ സ്ഥലത്തേക്ക് വാടകയ്ക്ക് പോകേണ്ടി വരുമ്പോൾ സ്ഥിരമായിട്ട് പണ്ട് ജോലി ചെയ്യുന്ന എസ്റ്റേറ്റുകളിലേക്കൊന്നും വരാൻ കഴിയുന്നില്ല. അവരുടെ ഉപജീവനത്തെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ പരോക്ഷമായിട്ട് ബാധിക്കപ്പെട്ടവർ ഒട്ടനേകമുണ്ട് അവിടെ. നമ്മൾ അതൊന്നും സർക്കാരിൻ്റെ കണക്കിൽ കാണാൻ കഴിയുന്നവരല്ല. കാരണം സർക്കാരിൻ്റെ കണക്കിൽ ഈ ദുരന്തത്തിൽ നേരിട്ട് ബാധിച്ചവരായിരിക്കും ആദ്യ ഘട്ടത്തിൽ പ്രയോറിറ്റിയിൽ ഉണ്ടാകുക. പക്ഷേ അതിനപ്പുറത്തേക്കാണ് ഈ ദുരന്തം ആ മേഖലയിലുണ്ടായ നാശം. അത് കാലങ്ങൾ കൊണ്ട് മാത്രമേ പരിഹരിക്കാനാകൂ. അതിന് സർക്കാരുകൾ ഇടപെടുക തന്നെ വേണം. അതാണ് അനുമതി സൂചിപ്പിച്ചത്. 4-ാം മാസം വയനാട് ദുരന്തത്തിന് ശേഷം 4-ാം മാസം നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ എവിടെയും എത്തിയില്ല എന്നതാണ് അവിടുത്തെ ചിത്രം. ദുരന്തത്തെ അതിജീവിച്ച മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ജനങ്ങൾ നേരിടുന്നത് കടുത്ത മാനസിക സമ്മർദ്ദമാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടമായതും അതുവരെ സൂക്ഷിച്ചിരുന്നതെല്ലാം ഒരു രാത്രി കൊണ്ട് ഇല്ലാതായതും ഇവരുടെ ഉറക്കം കെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്. വൈഫിൻ്റെ നമ്മൾ പറയുമ്പോൾ ഒരു വിഷമമാണ്. ചില രാത്രിയൊക്കെ ഭയങ്കര കരച്ചിലിരിക്കും, ചില സമയത്തൊക്കെ ഒറ്റയ്ക്കായ പോലെ. ഉറങ്ങിയിട്ട് 126 ദിവസമായി. കാരണം ശരിക്കും ഒരു മണി, ശരിക്കും ഒരു 1:30 ആയി കഴിഞ്ഞാൽ നെറ്റുണരും. പിന്നീട് ഞങ്ങൾ ഉറങ്ങാറില്ല. അതിനുവേണ്ടി ഞാൻ ഉറക്കഗുളിക കഴിക്കാറുണ്ട്. കാരണം ഞാനെന്നല്ല, ആ നാട്ടിലെ ഒരു 80% പേരും ഇതുപോലെയുള്ള ജീവിതത്തിലേക്ക്, ദുരന്ത ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉറക്കിലായിരുന്നു, അവനൊന്നും അറിഞ്ഞിട്ടില്ല. അവന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സലാം പറഞ്ഞ് കിടന്ന കുട്ടിയാണ്. രാവിലെ എണീച്ചപ്പോൾ കൂടെ ഇല്ല. അവനെ ഞാൻ ചേർത്ത് പിടിച്ചിരുന്നു,
ടീഷർട്ടിൽ ചേർത്ത് മുറുക്ക പിടിച്ചിരുന്നു. അവനും വെള്ളം അടുത്തേക്ക് എത്തിയപ്പോൾ അവനെന്തോ ചെവിയിൽ അറിഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു ശബ്ദം ഉണ്ടെന്ന് അറിഞ്ഞെന്ന് തോന്നുന്നു. എൻ്റെ അടുത്തേക്ക് കടന്നു. അപ്പം ഞാനും അവൻ്റെ അടുത്തേക്ക് കടന്ന് അവൻ്റെ ടീഷർട്ട് മുറുക്ക പിടിച്ചു. പക്ഷെ വെള്ളം അങ്ങനെ കട്ടിലോടെ കൊണ്ടുപോയപ്പോൾ ഞാനും അങ്ങ് കമിഴ്ന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വിട്ടുപോയി. ഉരുൾ എല്ലാം തുടച്ചെറിഞ്ഞ ആ രാത്രി നഷ്ടമായതാണ് ഈ നാടിന്റെ ഉറക്കം. ഇന്ന് ഇവർക്ക് ഉറങ്ങണമെങ്കിൽ മരുന്നുകളുടെ സഹായം വേണം. വേട്ടയാടുകയാണ് ഓർമ്മകൾ. പ്രിയപ്പെട്ടവരുടെ, പ്രിയങ്കരമായവയുടെ, സ്വന്തം വീടിന്റെ, നാടിന്റെ. ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ദീർഘകാലത്തേക്ക് മാനസിക പിന്തുണ നൽകേണ്ടതുണ്ടെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. ആ ദുരന്തം ഉണ്ടായ സമയങ്ങളിലാണെങ്കിൽ നമ്മളെല്ലാവരും അവിടെയുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ടൊരു കരുതൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും തിരക്കുകളിലേക്ക് ആയിപ്പോയ സമയങ്ങളിൽ അവർക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാവാൻ പറ്റുന്നത്. എന്തായാലും കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ ഇനിയും അവർക്കിടയിൽ ആവശ്യമുണ്ട്. നമ്മൾ കാണുന്നതിലും ആഴമുള്ളതാണ് ഈ ദുരന്തം ഇവരിൽ ഏൽപ്പിച്ച മുറിവ്. പുനരധിവാസം, ബാങ്ക് വായ്പ, തൊഴിൽ, ഉപജീവനം തുടങ്ങി നാളെ എന്തെന്നറിയാതെ നിൽക്കുകയാണ് ഈ നാട്. സർക്കാർ പൊള്ളയായ വാക്കുകൾ കൊണ്ട് ഇവരെ ചേർത്ത് പിടിക്കരുത്. അതിവർക്ക് താങ്ങാനാകില്ല. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അതാണ് വയനാടിൻ്റെ ദുരന്ത അവസ്ഥ. നമുക്ക് വയനാട്ടിലെ തന്നെ മറ്റൊരു സാഹചര്യത്തിൽ പോകും. വയനാട് ലോക്സഭ